കേന്ദ്ര സഹവാഴാജിയായിട്ടുള്ള ചെമ്പ് ഗോപിയുടെ പ്രേം നസീർ പ്രണയഗാഥ കേൾക്കുകയായിരുന്നു. ഒട്ടും കുറവില്ല എന്ന് ബോധ്യപ്പെടുകയാണ്. എന്നിരുന്നാലും പല തരത്തിലുള്ള പ്രണയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു അരുമാന്തപ്പെട്ട പ്രേം നസീർ പ്രണയമായിപ്പോയി. അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് പറയാറില്ലേ, നിനക്കൊട്ടും കുറവില്ലെങ്കിൽ പോയി മുള്ളുമുറുക്കി കേറട എന്ന് പറയുന്ന വാചകത്തെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രേം നസീർ പ്രണയഗാഥ. ഇക്കാൻ്റെ പ്രണയം മൂക്കുമ്പോൾ ഞാൻ ചെന്ന് എന്ത് ചെയ്യുമെന്ന് ചെമ്പ് ഗോപി പറഞ്ഞതൊന്ന് കേട്ടെ. ഞാൻ രാജ്യസഭ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന് 3-ാം മാസം, എനിക്ക് തോന്നുന്നു ചിങ്ങമാസത്തിലാണെന്ന് തോന്നുന്നു, ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം വന്ന് നട്ടുപിടിപ്പിച്ച ഒരു ലക്ഷ്മി തരു സാപ്ലിംഗ് ഏതാണ്ട് 3 അടി ഉയരമുള്ള ചെടിയായിരുന്നു. എന്നാൽ അത് ഏതാണ്ട് 10-20 അടി ഉയരത്തിൽ വലിയ തണുപ്പ് പരത്തുന്ന മരമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് അദ്ദേഹത്തെ കൊണ്ട് ആ വൃക്ഷത്തിനിട്ട് ഇടിച്ച പേര് പ്രേം നസീർ എന്നാണ്. എനിക്കിപ്പോഴും ചെന്ന് നസീർ സാർ എന്ന് പറഞ്ഞ് ആ മരത്തിന്റെ, ആ വൃക്ഷത്തിന്റെ തണ്ടിൽ ഒന്ന് വാരി പുണരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ നിർവൃതിയാണ്. ഒരു വ്യവസായത്തെ ഒരു വലിയ ബിസിനസ് സംരംഭമാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് നസീർ സാറിന്റെ പേരിൽ എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്, എൻ്റെ ഓഫീസ് സമുച്ചയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് ആ വൈകാരികത ഇതിനോട് ചേർത്താൽ പിന്നെ നമുക്ക് ഒരു മരം പോലും നുള്ളി ഇല്ലാതാക്കാൻ ഉള്ള ഒരു മനസ്സ് വരില്ല. കൂടെ പോവും. ഇക്കാനെ ഓർമ്മിക്കും. നേരെ ഒ രാജഗോപാലിൻ്റെ വീടിനടുത്ത് ചെല്ലും. ആ മരത്തിനെ കെട്ടിപ്പിടിച്ച് ആ മണം അങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട്. എൻ്റെ ഇക്ക എന്ന് വിളിച്ച് ഞാൻ വല്ലാതെ പുളകിതനാകും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേം നസീർ പ്രണയം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. തിരഞ്ഞെടുപ്പായതുകൊണ്ട് മുസ്ലിങ്ങളെ ചാക്കിലിറക്കാനുള്ള ആ മുള്ളുമുറുക്ക് സ്നേഹം ആരും കരുതരുത്. അതൊക്കെ ആത്മാർത്ഥമായിട്ടാണ്. മനസ്സിലായില്ലേ? ഒരു വൃക്ഷത്തിന് പേര് കൊടുത്ത് ഇക്കാനോടുള്ള സ്നേഹം ഞാൻ കാട്ടുന്ന ഈ മഹത് വ്യക്തി തന്നെ സ്വന്തം പിതാവിന് വേണ്ടി ഇതുപോലൊരു വൃക്ഷം വെച്ച് കെട്ടിപ്പിടിച്ചതായിട്ട് പറഞ്ഞ് കേട്ടിട്ടേയില്ല. അദ്ദേഹത്തിന് ചെയ്യാത്ത സ്നേഹമാണ് ഇദ്ദേഹത്തിന് പ്രേം നസീർ ഇക്കാനോടുള്ളത്. എന്നിരുന്നാലും ഒരു കാര്യം പറയാണ്, ഇപ്പോഴൊക്കെ കൊണ്ടുപോയാൽ ചികിത്സിച്ച് റെഡിയാക്കാവുന്നതേ ഉള്ളൂ, കൈവിട്ട് പോയിട്ടില്ല. അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതുപോലെ മുള്ളുമുറുക്കിൻ്റെ പുറത്തൊക്കെ പ്രേം നസീർ എന്നൊക്കെ പറഞ്ഞു ചെന്ന് കയറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. എന്തായാലും കെട്ടിപ്പിടുത്ത എവിടെ എനിക്ക് മസ്റ്റാണ്. അത് 2 കാര്യങ്ങളിൽ മാത്രം. ഒന്ന് സ്ത്രീയായിരിക്കണം, മറ്റൊന്ന് മരമായിരിക്കണം. പുരുഷന്മാരെ കണ്ടാൽ അതെനിക്ക് വരില്ല, അതെന്നെ കൊണ്ട് നടക്കില്ല. ഉടനെ മുഖം തിരിച്ചു നിന്ന് ഞാൻ എൻ്റെ അവജ്ഞ അങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുക്കും. അല്ലാതെ ക്യാമറ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള മരങ്ങൾക്ക് മുന്നിലൊക്കെ ചിലപ്പോൾ ആ മരത്തെ ഞാൻ ഇക്കാന്ന് വിളിക്കും, മറ്റ് ചില സന്ദർഭങ്ങളിൽ അതേ മരത്തെ ഞാൻ സിൽക്ക് സ്മിതേ എന്ന് വിളിക്കും. എന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് മണം വലിച്ചെടുക്കലാണ് നമ്മുടെ അണ്ണൻ്റെ ഹോബി. എന്തെല്ലാം കേൾക്കണം. നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിയാണ്. ഇതൊക്കെ കേട്ടിട്ട് സംഘികൾ ഇങ്ങനെ പുളകിതരായിരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തലയ്ക്കകത്ത് താമസം ഇല്ലേടേ എന്നൊന്നും ആരും ചോദിക്കരുത്. അത് ഇല്ല എന്ന് നേരത്തെ അറിയാം. അതുകൊണ്ടാണല്ലോ ഈ വിവരക്കേടുകളൊക്കെ അവരടുത്ത് ചെന്ന് തട്ടി വിടുമ്പോൾ രോമാഞ്ച പുളകിതരായിരിക്കുന്നത്.